പൊതുവെ ഈ പീഡന കേസുകളും ബലാത്സംഗ കേസുകളും വാർത്തയാകുമ്പോഴാണ് ലൈംഗിക ശേഷി പരിശോധന എന്ന വാക്ക് കൂടുതലായും ഉയർന്നു കേൾക്കാറുള്ളത്. എന്നാൽ പലർക്കും ഈ വാക്കിനെ കുറിച്ച് ധാരണയില്ല. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ലൈംഗിക ശേഷി തെളിയിക്കാൻ നടത്തുന്ന പരിശോധനയാണ് ലൈംഗിക ശേഷി പരിശോധന അഥവാ പൊട്ടൻസി ടെസ്റ്റ്. ബലാത്സംഗം പോലുള്ള കേസുകളിലെ പ്രതികളെയാണ് ഈ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. കുറ്റകൃത്യം ചെയ്യാൻ ശാരീരികമായി പ്രതിക്ക് ശേഷിയുണ്ടോ എന്ന് അറിയാനാണ് ഈ പരിശോധന നടത്തുന്നത്. ലൈംഗികാതിക്രമ കേസുകളിൽ ചില പ്രതികൾ തങ്ങൾക്ക് ലൈംഗിക ശേഷി ഇല്ലെന്ന് വരെ വാദിക്കാൻ ശ്രമം നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള വാദത്തിനെതിരെയുള്ള തെളിവാണ് ലൈംഗിക ശേഷി പരിശോധന. പൊട്ടൻസി ടെസ്റ്റുകൾക്കായി പല രീതികൾ തിരഞ്ഞെടുക്കാറുണ്ട്. സെമൻ അനാലിസിസ്, പീനൈൽ ഡോപ്ലർ അൾട്രാസൗണ്ട്, വിഷ്വൽ ഇറക്ഷൻ എക്സാമിനേഷൻ എന്നിവയാണവ. ഇതിലെ സെമൻ അനാലിസിസ് എന്താണെന്ന് നോക്കാം. പുരുഷ ശുക്ലത്തിന്റെ പരിശോധനയും അതിലടങ്ങിയിട്ടുള്ള ബീജത്തിന്റെ അളവുമാണ് ഇവിടെ പരിശോധിക്കുന്നത്. പുരുഷന് പ്രത്യുൽപാദന ശേഷിയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ പരിശോധനയാണ് നടത്തുന്നത്. പുരുഷന്റെ ലൈംഗിക ശേഷി നിർണ്ണയിക്കുന്നതിൽ ബീജത്തിന്റെ അളവിന് നിർണായകമായ പങ്കുണ്ട്. എന്നാൽ ഉദ്ധാരണശേഷിയെ വിലയിരുത്താൻ ഈ പരിശോധന അപര്യാപ്തമെന്നാണ് ഡോക്ടർ പറയുന്നത്. അടുത്തത് വിഷ്വൽ ഇറക്ഷൻ എക്സാമിനേഷൻ എന്താണെന്ന് നോക്കാം. പുരുഷന്റെ വൃഷണത്തെയാണ് പരിശോധനയ്ക്കായി വിധേയമാക്കുന്നത്. ഉത്തേജിതമായ സമയത്തും ഉത്തേജനം കുറഞ്ഞ സമയത്തുമുള്ള പെനിസിന്റെ മാറ്റം ഡോക്ടർമാർ പരിശോധിക്കുന്നു. എന്തെങ്കിലും തകരാറുകളും അല്ലെങ്കിൽ പരിക്കുകളും പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രാവിലെയോ ഉറക്കത്തിലോ സംഭവിക്കുന്ന ഉദ്ധാരണവും ഈ പരിശോധനയിൽ വിലയിരുത്തും. അടുത്തത് പീനൈൽ ഡോപ്ലർ അൾട്രാസൗണ്ട് എന്താണെന്ന് നോക്കാം. ഉദ്ധാരണശേഷി വിലയിരുത്തുന്നതിന് ഏറ്റവും അധികം സഹായകമാകുന്ന പരിശോധനാ രീതിയാണ് പീനൈൽ ഡോപ്ലർ അൾട്രാസൗണ്ട്. ലിംഗത്തിൽ മരുന്ന് കുത്തിവെച്ച ശേഷം പല തവണകളായി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതാണ് ഈ രീതി. ലിംഗത്തിലേക്കുള്ള രക്തയോട്ടത്തിന്റെ ഗതി മനസ്സിലാക്കാനാണ് ഇത് ചെയ്യുന്നത്. എത്ര അളവിൽ എത്ര ശക്തമായിട്ടാണ് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം എന്ന് അറിയാനുള്ള പരിശോധനയാണിത്. ഇതുകൂടാതെ രക്തപരിശോധന, NPT, ഹോർമോൺ പരിശോധന എന്നിവയും നടത്തുന്നുണ്ട്. ഇനി രക്തപരിശോധന എന്താണെന്ന് നോക്കാം. പ്രമേഹമോ വൃക്ക സംബന്ധമായ രോഗങ്ങളോ കുറ്റാരോപിതനായ വ്യക്തിയുടെ ലൈംഗിക ക്ഷമതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണിത്. അടുത്തത് NPT എന്താണെന്ന് നോക്കാം. ഉറക്കത്തിലോ ഉണരുമ്പോഴോ പെട്ടെന്ന് ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ടോ എന്നറിയാനായി നടത്തുന്ന പരിശോധനയാണിത്. അടുത്തത് ടെസ്റ്റോസ്റ്റിറോൺ എന്താണെന്ന് നോക്കാം. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ രക്തത്തിലെ അളവ് അറിയാനായി നടത്തുന്ന പരിശോധനയാണിത്. പീഡന കേസുകളിലെ പ്രതികളോട് സ്വയംഭോഗം ചെയ്ത് ശുക്ലം പരിശോധനയ്ക്ക് കൊടുക്കാൻ മുമ്പ് ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ പ്രതികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് പിന്നീട് വിലക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.